തള്ളിപ്പറയുമെന്നും ഒറ്റിക്കൊടുക്കുമെന്നും ഒക്കെ അറിയാമായിരുന്നിട്ടും നമ്മുടെ യേശു കർത്താവ് എല്ലാവരെയും ചേർത്തിരുത്തി ഒരു മേശയിൽ ഒരേ പാത്രത്തിൽ നിന്ന് അപ്പവും വീഞ്ഞും വിളമ്പിയ ആ രാത്രി ദൈവത്തെ ഒറ്റിക്കൊടുക്കുവാനും തള്ളിപ്പറയുവാനും കൂടെ ആളുണ്ടായിരുന്നു. എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും പെസഹ തിരുനാൾ ആശംസകൾ. അപ്പം നമ്മളിന്ന് പെസഹാപ്പം റെഡിയാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ 2 കപ്പ് അരി 1/4 കപ്പ് ഉഴുന്നുമാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഒരു 3-4 മണിക്കൂറെങ്കിലും കുതിർത്ത് വേണം നമ്മളത് കഴുകി വാരിയെടുക്കാൻ. ഒരു 3 അല്ലി ചെറിയുള്ളി, 1 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങ, അത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ജീരകവും ഉഴുന്നും അരിയും കുതിർത്തത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്നും അരി നന്നായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ ശേഷമാണ് ബാക്കി സാധനങ്ങൾ നമ്മൾ അധികം അരഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. അതുപോലെ നമുക്ക് ഇത് അതേ പരുവത്തിന് അരച്ചെടുക്കണം. വെള്ളം കുറേ കൂടിപ്പോയാൽ കുറച്ച് തിക്കായിട്ടിരിക്കണം, അതായത് ഇഡലി മാവ് പോലെ തന്നെ ഇരിക്കണം. അരി ഉഴുന്നും ജീരകം അരഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ അരി ഉഴുന്നുമൊക്കെ അരച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം മിക്സി ഒന്ന് കറക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുഞ്ഞുള്ളി, അതായത് 3 അല്ലി കുഞ്ഞുള്ളിയാണ് എടുത്തത്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 1 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് തേങ്ങയുണ്ട്. തേങ്ങയും ചേർത്ത് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഒക്കെ ചേർത്തതിന് ശേഷം നമുക്ക് അത് ഒന്ന് അരച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അങ്ങ് അരഞ്ഞ്, ഒരുപാട് അരഞ്ഞു പോകേണ്ട, അവിയലിനൊക്കെ അരയുന്നത് പോലെ തേങ്ങ അരഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ അരച്ച് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു ബൗളിൽ ഒഴിച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അപ്പച്ചമ്പ് അടുപ്പത്ത് വയ്ക്കുക. ആവിയിൽ നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കുന്ന സമയം വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കൂടി വന്നാൽ 5 മിനിറ്റ്. അപ്പോൾ നമ്മൾ പുളിപ്പില്ലാത്ത അപ്പമാണ് റെഡിയാക്കേണ്ടത്. ചെറിയൊരു ബൗളിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഇതേ പരുവത്തിന് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. പുളിപ്പില്ലാത്ത അപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ പുളിച്ച് പോകാനായിട്ട് മാറ്റി വയ്ക്കേണ്ട. പുളിച്ച് പോകുന്നതിന് മുമ്പ് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതിന് നമ്മളൊരു സ്വീറ്റ് സിറപ്പ് കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം വെച്ച് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൽ അല്പം എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടാണ് നമുക്കിത് പാത്രം ചരിഞ്ഞു പോകാതെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ആവിയിൽ വെന്തെടുക്കാം. ഇതൊരു അരമണിക്കൂർ, ഏകദേശം ഒരു 10-25 മിനിറ്റെങ്കിലും എടുക്കും. കൂടി വന്നാൽ അരമണിക്കൂർ. കാരണം നമ്മളിത് പുളിപ്പിക്കാതെ റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു 25 മിനിറ്റെങ്കിലും എടുക്കും വെന്ത് വരാനായിട്ട്. ഏകദേശം ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനിത് ആവിയിൽ വേവാൻ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ പെസഹ അപ്പം വെന്തോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ മൂടി തുറന്ന് നമുക്കതൊന്ന് വെന്തോ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ കുരിശൊക്കെ അതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പുളിപ്പില്ലാത്ത അപ്പം ആയതുകൊണ്ട് ഇതിന് അകം വേകാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അകം നല്ലതായിട്ട് വേകാനായിട്ട് വെയിറ്റ് ചെയ്യണം. വെന്തിട്ടുണ്ട്, നമ്മുടെ അപ്പം വെന്തിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെസഹ അപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ പെസഹ അപ്പം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് സിറപ്പൊക്കെ ഉണ്ടാക്കി വൈകിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പം മുറിച്ച് പ്രാർത്ഥിച്ച് കഴിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ.